നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഏറെ തിരിച്ചടി നൽകുന്നതായിരുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവ്. കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച വിമാന സർവീസുകൾ പുനരാരംഭിച്ചത് കടുത്ത നിബന്ധനകളോടെയായിരുന്നു. എന്നിരുന്നാലും യാത്ര ചെയ്യണമെങ്കിൽ നിരവധി കടമ്പകളാണ് കടക്കേണ്ടിയിരുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അടിയന്തര ആവശ്യങ്ങൾക്ക് ഇന്ത്യയിലെത്തുന്നവർക്ക് ഏർപ്പെടുത്തിയിരുന്ന ഇളവ് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരുന്നു. അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവാസികൾക്ക് PCR സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നാട്ടിലേക്ക് യാത്ര ചെയ്യാനുള്ള ഇളവ് റദ്ദ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് റിയാദിലെ കേളി കലാ സാംസ്കാരിക വേദി. ഉറ്റവരുടെ മരണം അറിഞ്ഞോ മറ്റ് അത്യാഹിതങ്ങൾക്കോ അടിയന്തരമായി നാട്ടിലേക്ക് പോകേണ്ടവർക്ക് PCR പരിശോധന ഇല്ലാതെ യാത്ര ചെയ്യാൻ നേരത്തെ അനുമതിയുണ്ടായിരുന്നു. ഈ ഇളവാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. എമർജൻസി വിഭാഗത്തിൽ വിവരങ്ങൾ നൽകി ഇനി രജിസ്റ്റർ ചെയ്യാനാകില്ല. എയർ സുവിധ വെബ് പോർട്ടലിൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവർക്ക് മാത്രമേ ഇനി നാട്ടിലേക്ക് പോകാൻ സാധിക്കൂ. കുടുംബത്തിൽ അത്യാഹിതം നടന്നാൽ നാട്ടിലേക്ക് മടങ്ങാൻ പ്രവാസികൾക്കിനി PCR ടെസ്റ്റ് എടുത്ത് റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കണമെന്നർത്ഥം. ഇതോടുകൂടെ മരണം പോലുള്ള കാര്യങ്ങൾക്ക് അടിയന്തരമായി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നവർ 72 മണിക്കൂറിനുള്ളിൽ കോവിഡ് പരിശോധന നടത്തി എയർ സുവിധയിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നതായിരിക്കും. ഒക്ടോബർ 20 മുതൽ നിലവിൽ വന്ന പുതിയ നോട്ടിഫിക്കേഷനിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം നേരത്തെ അടിയന്തര ആവശ്യങ്ങൾക്ക് നാട്ടിലേക്ക് പോകുന്നവർക്ക് എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നില്ല. പകരം എയർ സുവിധയുടെ സൈറ്റിൽ എക്സംഷൻ എന്ന ഭാഗത്ത് മരണ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു. ഇതാണ് നിലവിൽ ഒഴിവാക്കിയിരിക്കുന്നത്. വെബ്സൈറ്റിൽ സംശയ നിവാരണ സെക്ഷനിലെ ചോദ്യത്തിന് മറുപടിയായി എയർ സുവിധയിലെ എക്സംഷൻ ഫോം നിർത്തലാക്കി എന്നാണ് അധികൃതർ നൽകിയ വിവരം. ഈ അറിയിപ്പ് വന്നതോടുകൂടി പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കായി നാട്ടിലെത്തേണ്ടവർ ആകെ പെട്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഈ ഉത്തരവ് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രവാസികൾക്ക്. പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടാൽ പോലും പ്രവാസികൾക്ക് എളുപ്പത്തിൽ നാട്ടിലെത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇതുമൂലമുണ്ടാവുന്നത്. ഈ ഉത്തരവാണ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് റിയാദിലെ കേളി കലാ സാംസ്കാരിക വേദി രംഗത്തെത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.